കോഴിക്കോട് വയനാട് തുരങ്കപാത നിർമ്മാണത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് തേടി 6 മാസമായിട്ടും സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയില്ല. കിഫ്ബി സഹായത്തോടെ 2134.50 കോടി രൂപയാണ് തുരങ്കപാതയ്ക്കായി വകയിരുത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിൽ മുതൽ വയനാട്ടിലെ കള്ളാടി വരെ 7.82 കിലോമീറ്റർ ദൂരമാണ് നിർദ്ദിഷ്ട തുരങ്കപാത. 2134 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് വരിക. 680 കോടി രൂപ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തി. പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകൾ തുരന്നുകൊണ്ടുള്ള തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്ത് വന്നിരുന്നു. പരിസ്ഥിതി സംഘടനയായ അവർ നേച്ചർ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയ പരാതിയെ തുടർന്ന് 2022 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് തേടി. എന്നാൽ 6 മാസമായിട്ടും സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല. ആനക്കാംപൊയിൽ മറിപ്പുഴ മുതൽ കള്ളാടി വരെ ചെങ്കുത്തായ മലനിരകളാണ്. തുരങ്കത്തിന്റെ നിർമ്മാണ കാലയളവിൽ വനത്തിനും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കും തിരിച്ചടിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരിസ്ഥിതി പ്രവർത്തകർ കേന്ദ്രത്തെ സമീപിച്ചത്. സംസ്ഥാന സർക്കാർ 6 മാസമായിട്ടും റിപ്പോർട്ട് നൽകാത്തതിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കടുത്ത നിലപാടിലേക്ക് നീങ്ങിയാൽ പദ്ധതിക്ക് തിരിച്ചടിയാകും. തുരങ്കപാത നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതിനിടെയാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 6 മാസമായിട്ടും റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാരിന് കഴിയാതെ വന്നതാണ് ദുരൂഹത ഉയർത്തുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്.